രാഹുൽ മാങ്കൂട്ടത്തിന്റെ ലൈംഗിക പീഡന കേസിൽ നിർണായക നീക്കവുമായി ഇപ്പോൾ പോലീസ് എത്തിയിട്ടുണ്ട്. അതിജീവതയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തുന്നു. നെയ്യാറ്റിൻകര ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയാണ് രഹസ്യമൊഴി രേഖപ്പെടുത്തുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ഷീജ ചേരുന്നുണ്ട്. ഷീജ, നേരത്തെ അടക്കം എഫ്ഐആറിന്റെ കോപ്പി കൈരളി ന്യൂസ് പുറത്തുവിട്ടിരുന്നു. ഇപ്പോഴിതാ ഏറ്റവും പുതിയ നീക്കം പോലീസ് തന്നെ നടത്തിയിരിക്കുകയാണ്. അതിജീവതയുടെ രഹസ്യമൊഴിയാണ് രേഖപ്പെടുത്തുന്നത്. എന്തൊക്കെയാണ് കൂടുതൽ വിശദാംശങ്ങൾ? ശരണ്യ, രാഹുലിനെതിരായിട്ടുള്ള പീഡന പരാതിയിൽ ഇന്ന് രാവിലെയാണ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ ദിവസം രാത്രി, അതായത് കഴിഞ്ഞ ദിവസം വൈകിട്ട് മുഖ്യമന്ത്രിക്ക് പരാതി നൽകുന്നു. അതിന് തൊട്ടു പിന്നാലെ പരാതി പോലീസിന് കൈമാറുന്നു. തുടർന്ന് പെൺകുട്ടിയുടെ ഈ അതിജീവിതയുടെ മൊഴിയെടുക്കുന്നു. അതിനുശേഷം ഇന്ന് രാവിലെയോടുകൂടിയാണ് രാഹുലിനെതിരെ 8 വകുപ്പുകൾ ചുമത്തിക്കൊണ്ട് കേസ് രജിസ്റ്റർ ചെയ്തത്. ഏതായാലും അതിലെ തുടർ നടപടി എന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ അതിജീവിതയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തുന്നത്. ആ രീതിയിലുള്ളൊരു നിർണായക നീക്കം ഇന്ന് തന്നെ പോലീസ് നടത്തി എന്നുള്ളതാണ് ഈ കേസ് എത്രത്തോളം വേഗതയിൽ തന്നെയാണ് മുന്നോട്ട് പോകുന്നത് എന്നത് വ്യക്തമാക്കുന്നത്. നെയ്യാറ്റിൻകരയിലെ JFMC 7 ഈ രഹസ്യമൊഴി നിലവിൽ ഇപ്പോൾ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത്. ഈ കേസിന്റെ ബലം എന്ന് പറയുന്നതും ഇനി ഈ രഹസ്യമൊഴി തന്നെയായിരിക്കും. നമുക്കിപ്പോൾ ഈ FIR, നമ്മൾ നേരത്തെ പുറത്തുവിട്ട FIR-ൽ നിന്ന് തന്നെ വ്യക്തമാണ് എത്രത്തോളം ക്രിമിനൽ രീതിയിലാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ ഈ അതിജീവിതയോട് പെരുമാറിയിട്ടുള്ളത് എന്നുള്ളത് അതിൽ നിന്ന് തന്നെ വ്യക്തമാണ്. കാരണം ഒരു യുവതി, ആ യുവതിയോട് പ്രധാനമായും ഗർഭചിത്രത്തിന് നിർബന്ധിക്കുന്നു. അതോടൊപ്പം തന്നെ ഗർഭിണിയാണ് എന്നറിഞ്ഞിട്ട് പോലും ആ പെൺകുട്ടിയെ പീഡിപ്പിക്കുന്നു. അതിനപ്പുറത്തേക്ക് ഈ ഗർഭചിത്രം നടത്തുന്നതിന് വേണ്ടി സുഹൃത്തിനെ ഉപയോഗിച്ചുകൊണ്ട് മരുന്ന് എത്തിച്ചു നൽകുന്നു. ഒരു തരത്തിലുള്ള വൈദ്യസഹായവും തേടാതെ ആ പെൺകുട്ടിയുടെ ജീവൻ പോലും അപകടത്തിൽപ്പെടുത്തുന്ന തരത്തിലുള്ള നീക്കങ്ങൾ രാഹുലിന്റെ ഭാഗത്തു നിന്നുമുണ്ടായി. നഗ്ന വീഡിയോ പകർത്തിക്കൊണ്ട് അത് വെച്ച് ഭീഷണിപ്പെടുത്തുന്നു. അത്തരത്തിലുള്ള വലിയ ക്രിമിനൽ കുറ്റകൃത്യങ്ങൾ തന്നെയാണ് രാഹുലിന്റെ ഭാഗത്ത് നിന്നും ഈ കേസിൽ ഉണ്ടായിട്ടുള്ളത്. അതിന്റെ അടിസ്ഥാനത്തിൽ ഏതായാലും ആ കേസിന്റെ തുടർ നടപടികൾ വേഗത്തിലാക്കുന്നതിന്റെ ഭാഗമായി തന്നെയാണ് പോലീസ് ആ അതിജീവിതയുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തുന്നതിലേക്ക് ഇന്ന് തന്നെ കടന്നിട്ടുണ്ടായിരുന്നത്. രാവിലെയാണ് പോലീസ് നെയ്യാറ്റിൻകര കോടതിയിൽ ഇത് സംബന്ധിച്ചുള്ള അപേക്ഷ നൽകിയിട്ടുണ്ടായിരുന്നത്. അതിന്റെ അടിസ്ഥാനത്തിൽ വേഗത്തിൽ തന്നെ ഈ അതിജീവിതയെ അവിടേക്ക് എത്തിച്ചുകൊണ്ട് രഹസ്യമൊഴി എടുക്കുന്നതിലേക്ക് കാര്യങ്ങൾ കടക്കുകയായിരുന്നു. ഇപ്പോൾ ഏതായാലും രഹസ്യമൊഴി കോടതിയിൽ രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ശരി, രാഹുൽ മാങ്കൂട്ടത്തിന്റെ ലൈംഗിക പീഡന കേസിലാണ് ഇപ്പോൾ നിർണായക നീക്കവുമായി കേരള പോലീസ് രംഗത്തെത്തിയിരിക്കുന്നത്. അതിജീവിതയുടെ രഹസ്യമൊഴി അടക്കം രേഖപ്പെടുത്തുന്ന രീതി ഉണ്ടായിട്ടുണ്ട്. നെയ്യാറ്റിൻകര ജുഡീഷ്യൽ മജിസ്ട്രേറ്റ് കോടതിയിലാണ് രഹസ്യമൊഴി രേഖപ്പെടുത്തുന്നത്. ഷീജയാണ് വിവരങ്ങൾ നൽകിയത്.